എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂയോർക്ക് സിറ്റിയുടെ സാമം ഹൃദയഭാഗത്ത് തിരക്കേറിയ മാൻഹാട്ടനിൽ ഒരു 7 നില വീടുണ്ട്. പുറമേ നിന്ന് നോക്കിയാൽ ആഡംബരം നിറഞ്ഞ ഒരു സാധാരണ വീട്. പക്ഷെ ആ വീടിന്റെ പ്രധാന വാതിലിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മളൊന്ന് ഞെട്ടും. കാരണം ഡസൻ കണക്കിന് നിർജീവമായ കണ്ണുകളാണ് ആ വാതിലിൽ നിന്ന് നമ്മളെ തുറിച്ചു നോക്കുന്നത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. ആ വീടിന്റെ അകത്തേക്ക് കാലെടുത്തു വെച്ചാൽ വിചിത്രമായ കാഴ്ചകളുടെ ഒരു ലോകമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഹാളില് മേൽക്കൂരയിൽ നിന്ന് ഒരു കയറിൽ തൂങ്ങിയാടുന്ന ഒരു വധുവിന്റെ രൂപത്തിലുള്ള ശില്പം. ഓഫീസിലേക്ക് കടന്നാലോ, അവിടെ ഗൗരവത്തോടെ ഇരിക്കുന്ന ഒരു സ്റ്റഫ് ചെയ്ത കടുവ. അതിനടുത്തുള്ള പുസ്തക ഷെൽഫില് ലോകം മുഴുവൻ വിവാദങ്ങൾ സൃഷ്ടിച്ച ലൊലിത എന്ന നോവലിന്റെ ആദ്യ പതിപ്പ്. പ്രായപൂർത്തിയായ ഒരാൾ ഒരു കൊച്ചുകുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിന്റെ കഥ പറയുന്ന അതേ പുസ്തകം. ഇതെല്ലാം ആ വീടിന്റെ ഉള്ളറകളിലെ ഇരുണ്ട രഹസ്യങ്ങളിലേക്കുള്ള വെറും സൂചനകളായിരുന്നു. ഇത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു ഹൊറർ സിനിമയുടെ കഥയാണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ അല്ല. ലോകത്തിലെ ഏറ്റവും ശക്തരായ മനുഷ്യർ, നമ്മൾ ദിവസവും വാർത്തകളിൽ കാണുന്ന പ്രസിഡന്റുമാർ, ശതകോടീശ്വരന്മാർ, എന്തിന് രാജകുമാരന്മാർ വരെ ഈ വീട്ടിലെ സ്ഥിരം സന്ദർശകരായിരുന്നു. അവരുടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, തമാശകൾ പറഞ്ഞ് ചിരിച്ചു, കോടിക്കണക്കിന് ഡോളറിന്റെ ബിസിനസ് ചർച്ചകൾ നടത്തി. പക്ഷെ അവരാരും അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ ഓരോ ചലനവും ഓരോ വാക്കും ഒളിക്യാമറകൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു എന്ന്. ഈ നിരീക്ഷണം സ്വീകരണമുറിയിലോ ഓഫീസിലോ ഒതുങ്ങിയില്ല. ഓരോ കിടപ്പുമുറിയിലും, എന്തിനു പറയുന്നു, അവർ കിടന്നുറങ്ങുന്ന കട്ടിലിന്റെ തൊട്ടു മുകളിൽ വരെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. സുഹൃത്തുക്കളെ, ഇത് മറ്റാരുടേതുമല്ല, കുപ്രസിദ്ധനായ കോടീശ്വരൻ ജെഫ്രി എപ്സ്റ്റൈന്റെ വീടായിരുന്നു. ലോകത്തിലെ അതിശക്തരായ ആളുകൾ ഇവിടെ വന്നും പോയുമിരുന്നു. പക്ഷേ അവരിൽ പലർക്കും ഒരു ധാരണയുമില്ലായിരുന്നു തങ്ങളുടെ ഏറ്റവും സ്വകാര്യമായ നിമിഷങ്ങൾ പോലും രഹസ്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന്. അപ്പോ ഇന്ന് നമ്മൾ ഈ ഞെട്ടിക്കുന്ന കഥയുടെ ആഴങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. എപ്സ്റ്റൈൻ ഫയലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വെളിപ്പെടുത്തലുകൾ എങ്ങനെയാണ് ലോകത്തെ പിടിച്ചുകുലുക്കിയതെന്നും അധികാരത്തിന്റെ ഇടനാഴികളിൽ എന്ത് കൊടുങ്കാട്ടാണിത് അഴിച്ചുവിട്ടതെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. അപ്പോൾ ആരായിരുന്നു ഈ ജെഫ്രി എപ്സ്റ്റൈൻ? എന്തിനായിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തരായ മനുഷ്യർ അയാളുടെ വീട്ടിൽ നിരന്തരം ഒത്തുകൂടിയത്? ആ വീടിന്റെ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? ആ വീടിന്റെ ചുവരുകളിൽ തൂക്കിയിരുന്ന ചിത്രങ്ങൾ മാത്രം മതിയായിരുന്നു അയാളുടെ സ്വാധീനത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ. പോപ്പ് ജോൺ പോൾ രണ്ടാമൻ, ഇലോൺ മസ്ക്, ഫിദൽ കാസ്ട്രോ, മുൻ US പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റണും ഡൊണാൾഡ് ട്രംപും, സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, ഇങ്ങനെ പോകുന്നു ആ നിര. അതിനിടയിൽ ബിൽ ഗേറ്റ്സ് സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട ഒരു $1 നോട്ട് ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു സാധാരണ സൗഹൃദ വലയമായിരുന്നില്ല, മറിച്ച് അധികാരത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു. പക്ഷേ യഥാർത്ഥ ഭൂകമ്പമുണ്ടായത് US നീതിന്യായ വകുപ്പ് 30 ലക്ഷത്തിലധികം പേജുകൾ വരുന്ന എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിട്ടതോടെയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല, 3 മില്യൺ പേജുകൾ. ഇത് ലോകമെമ്പാടും വൻ കോളിളക്കം സൃഷ്ടിച്ചു. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, ഈ രേഖകളിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രമുഖരുടെ പേരുകൾ വരെ പുറത്തുവന്നു എന്നതാണ്. ഇവ വെറും കടലാസുകളായിരുന്നില്ല. 1,80,000-ലധികം ഫോട്ടോകളും 2,000 വീഡിയോകളും ഈ ഫയലുകളുടെ ഭാഗമായിരുന്നു. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിൽ ഒരു പ്രധാന ചോദ്യം ഉയരും. കോളേജ് പഠനം പോലും പൂർത്തിയാക്കാത്ത ഒരു സാധാരണക്കാരന് എങ്ങനെ ഇത്രയധികം ശക്തനാകാൻ കഴിഞ്ഞു? ലോകത്തിലെ അതിസമ്പന്നരെയും ഭരണാധികാരികളെയും അയാൾ എങ്ങനെയാണ് തന്റെ വിരൽത്തുമ്പിൽ നിർത്തിയത്? എപ്സ്റ്റൈന്റെ തുടക്കം ഒരു സാധാരണ കണക്കധ്യാപകനായിട്ടായിരുന്നു. അവിശ്വസനീയമെന്ന് തോന്നാം, പക്ഷേ അതാണ് സത്യം. അവിടെ നിന്നാണ് ന്യൂയോർക്കിലെ ഏറ്റവും വിലപിടിപ്പുള്ള മാളികയുടെ ഉടമയും ശതകോടീശ്വരന്മാരുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി അയാൾ മാറിയത്. ഇതിന് പിന്നിലെ പ്രധാന കണ്ണി വിക്ടോറിയ സീക്രട്ട് പോലുള്ള ലോകപ്രശസ്ത ബ്രാൻഡുകളുടെ ഉടമയായ ലെസ്ലി വെക്സ്നർ എന്ന കോടീശ്വരനായിരുന്നു. വെക്സ്നറാണ് എപ്സ്റ്റൈൻ ആ വിവാദ മാളിക സമ്മാനമായി നൽകിയത്. പിന്നീട് അതേ വീട് ഒരു ബ്ലാക്ക്മെയിൽ കേന്ദ്രമായി മാറുകയും ചെയ്തു. എപ്സ്റ്റൈന്റെ ഇരകളിൽ ഒരാളായ മരിയ ഫാമറുടെ മൊഴി ആ വീടിന്റെ ഉള്ളിലെ ഭീകരാന്തരീക്ഷം വ്യക്തമാക്കുന്നു. അവിടെ ഒരു മീഡിയ റൂമുണ്ടായിരുന്നു. അതിന്റെ ചുമരുകൾ നിറയെ ടെലിവിഷൻ മോണിറ്ററുകളായിരുന്നു. ഓരോ കിടപ്പുമുറിയിൽ നിന്നും ഓരോ കുളിമുറിയിൽ നിന്നുമുള്ള ലൈവ് ദൃശ്യങ്ങൾ ആ സ്ക്രീനുകളിൽ മാറി മാറി തെളിഞ്ഞുകൊണ്ടിരുന്നു. ടോയ്ലറ്റ്, ബെഡ് എന്നിങ്ങനെ ദൃശ്യങ്ങൾ വരുന്നത് കണ്ട് താൻ ആ വീട്ടിലെ റെസ്റ്റ് റൂം ഒരിക്കലും ഉപയോഗിക്കില്ലെന്ന് ഭയത്തോടെ തീരുമാനിച്ചതായി മരിയ പറയുന്നു. അത്രമാത്രം ഭയാനകമായിരുന്നു ആ നിരീക്ഷണം. 2019 FBI ഈ മാൻഹട്ടൻ മാളിക റെയ്ഡ് ചെയ്തപ്പോൾ ഒരു രഹസ്യ അറയിൽ ഒളിപ്പിച്ചു വെച്ചൊരു സേഫ് കണ്ടെത്തി. അത് തുറന്നപ്പോൾ കിട്ടിയത് നിരവധി സീഡികളായിരുന്നു. ഓരോ സീഡിക്കും കൃത്യമായി ലേബിൾ നൽകിയിരുന്നു.
ചെറുപ്പക്കാരി, ഒരാളുടെ പേര് പ്ലസ് മറ്റൊരാളുടെ പേര് എന്നിങ്ങനെ. അതോടെയാണ് എപ്സ്റ്റൈന്റെ യഥാർത്ഥ ബിസിനസ് മോഡൽ എന്തായിരുന്നുവെന്ന് ലോകം തിരിച്ചറിഞ്ഞത്. ലോകത്തിലെ ശക്തരായ ആളുകളെ നിയമവിരുദ്ധമായ പ്രവൃത്തികൾക്ക് പ്രേരിപ്പിച്ച് അത് രഹസ്യമായി റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് ആ ടേപ്പുകൾ ഉപയോഗിച്ച് അവരെ ജീവിതകാലം മുഴുവൻ ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഇതായിരുന്നു ആ ബ്ലാക്ക്മെയിൽ യന്ത്രം. ഇപ്പോൾ പുറത്തുവന്ന ഫയലുകൾ ഈ ഇരുണ്ട വലയത്തിലേക്ക് ലോകമെമ്പാടുമുള്ള നിരവധി ശക്തരായ വ്യക്തികളെയാണ് വലിച്ചഴക്കുന്നത്. വർഷങ്ങളോളം എപ്സ്റ്റൈനുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ആണയിട്ടിരുന്ന പലരുടെയും കള്ളങ്ങൾ ഈ പുതിയ രേഖകൾ ഒന്നൊന്നായി പൊളിച്ചെടുക്കുകയാണ്. ഉദാഹരണത്തിന്, ഒരു കാലത്ത് ട്രംപിന്റെ പേര് എപ്സ്റ്റൈൻ ഫയലുകളിൽ ഉണ്ടെന്ന് ആരോപിച്ച ഇലോൺ മസ്ക് വിരോധാഭാസമെന്ന് പറയട്ടെ, ഇപ്പോൾ മസ്കിന്റെ പേര് തന്നെ ഫയലുകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. എപ്സ്റ്റൈന്റെ കുപ്രസിദ്ധമായ ദ്വീപിലെ ഏറ്റവും തകർപ്പൻ പാർട്ടി എപ്പോഴായിരിക്കുമെന്ന് ചോദിച്ച് മസ്ക് ഇമെയിലുകൾ അയച്ചതായി രേഖകൾ പറയുന്നു. അതുപോലെ എപ്സ്റ്റൈനുമായി ഒരു ബിസിനസ് ബന്ധവുമില്ലെന്ന് വാദിച്ച ബിൽ ഗേറ്റ്സ് 2008 എപ്സ്റ്റൈൻ ലൈംഗിക കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടതിനു ശേഷവും പലതവണ അദ്ദേഹത്തെ കണ്ടതായി തെളിവുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ കേസിൽ ഏറ്റവും നാടകീയമായ പതനം സംഭവിച്ചത് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ആൻഡ്രൂ രാജകുമാരനാണ്. വിർജീനിയ ഗെഫ്രി എന്ന സ്ത്രീ തനിക്ക് 17 വയസ്സുള്ളപ്പോൾ ആൻഡ്രൂ രാജകുമാരൻ തന്നെ 3 തവണ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചു. ഈ കേസ് ഏകദേശം 12 മില്യൺ പൗണ്ടിന് ഒത്തുതീർപ്പാക്കിയെങ്കിലും ഈ അപവാദം അദ്ദേഹത്തിന്റെ എല്ലാ രാജകീയ പദവികളും നഷ്ടപ്പെടുത്തി ബ്രിട്ടീഷ് രാജകുടുംബത്തിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കി. എപ്സ്റ്റൈന്റെ സ്വാധീനവലയം അമേരിക്കയിലും യൂറോപ്പിലും ഒതുങ്ങിയില്ല. ഏറ്റവും പുതിയ ഫയലുകൾ ഇന്ത്യയിലെ അതിശക്തരായ ചിലരുടെ പേരുകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഇത് ഈ കേസിന് തികച്ചും പുതിയൊരു മാനം നൽകുകയാണ്, കൂടുതൽ ഗൗരവമേറിയ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു. പ്രമുഖ ഇന്ത്യൻ വ്യവസായിയായ അനിൽ അംബാനിയും എപ്സ്റ്റൈനും തമ്മിലുള്ള ടെക്സ്റ്റ് സന്ദേശങ്ങളും ഇമെയിലുകളും ഈ രേഖകളിലുണ്ട്. 2017 മാർച്ചിൽ ഇന്ത്യ-US ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പ്രതിരോധ സഹകരണത്തിനും വേണ്ടി വൈറ്റ് ഹൌസുമായി ഇടപെടാൻ എപ്സ്റ്റൈന്റെ സഹായം വേണമെന്ന് അംബാനി അഭ്യർത്ഥിക്കുന്നു. ട്രംപിന്റെ മരുമകനായ ജാരഡ് കുഷ്ണറെയും ഉപദേഷ്ടാവ് സ്റ്റീവ് ബാനനെയും കാണാൻ നേതൃത്വം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ആരാണ് ഈ നേതൃത്വം എന്നത് വലിയൊരു ചോദ്യമാണ്. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കൂടിക്കാഴ്ച നടന്നത് 2019 മെയ് 23-നാണ്. അതായത് ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന അതേ ദിവസം. ഒന്നാലോചിച്ചു നോക്കൂ, ഇന്ത്യ മുഴുവൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കായി കാത്തിരിക്കുമ്പോൾ അനിൽ അംബാനി എപ്സ്റ്റൈന്റെ മാൻഹട്ടനിലെ വീട്ടിലെത്തി. കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് മോദി ഒരാളെ അയക്കുന്നുണ്ട് എന്ന് എപ്സ്റ്റൈൻ സ്റ്റീവ് ബാനന് സന്ദേശമയച്ചു. മീറ്റിംഗിന് ശേഷം വളരെ രസകരമായ മോദി മീറ്റിംഗ് എന്നും പിറ്റേന്ന് മോദി സമ്മതിച്ചു എന്നും എപ്സ്റ്റൈൻ ബാനനെ അറിയിച്ചു. ഇതിന്റെ അർത്ഥം വളരെ വലുതാണ്. ഒരു ഇന്ത്യൻ വ്യവസായി ലൈംഗിക കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾ വഴി ഇന്ത്യൻ നേതൃത്വത്തിനു വേണ്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് US ഭരണകൂടത്തിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയായിരുന്നു. എപ്സ്റ്റൈൻ ഫയലുകളിൽ പ്രത്യക്ഷപ്പെട്ട മറ്റൊരു പ്രമുഖ ഇന്ത്യൻ പേര് നിലവിലെ കേന്ദ്രമന്ത്രിയായ ഹർദീപ് സിംഗ് പുരിയുടേതാണ്. പുരിയും എപ്സ്റ്റൈനും തമ്മിൽ ഒന്നിലധികം ഇമെയിലുകളും 3 സ്ഥിരീകരിച്ച കൂടിക്കാഴ്ചകളും നടന്നതായി രേഖകൾ പറയുന്നു. ഒരു ഇമെയിലിൽ ലിങ്ക്ഡിൻ സ്ഥാപകന് പുരിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് എപ്സ്റ്റൈൻ എഴുതിയത്, ഹർദീപ് ഇന്ത്യയിലെ നിങ്ങളുടെ ആളാണ്. ഇത് വെറുമൊരു പരിചയപ്പെടുത്തലായി കാണാൻ കഴിയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് നേരിട്ട് ഫയലുകളിലില്ലെങ്കിലും എപ്സ്റ്റൈന്റെ സംഭാഷണങ്ങളിൽ പലതവണ കടന്നുവന്നിട്ടുണ്ട്. 2017 ഖത്തറിലെ ഒരു പ്രമുഖ വ്യക്തിക്ക് അയച്ച ഇമെയിലിൽ എപ്സ്റ്റൈൻ ഇങ്ങനെ അവകാശപ്പെട്ടു, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി എന്റെ ഉപദേശം സ്വീകരിച്ച് US പ്രസിഡന്റിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിൽ നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്തു. അത് വിജയിച്ചു. ഇത് എപ്സ്റ്റൈന്റെ ഒരു പൊങ്ങച്ചം പറച്ചിലാണോ അതോ അതിൽ സത്യത്തിന്റെ അംശമുണ്ടോ? എന്തായാലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ അവകാശവാദങ്ങളെ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഇനി അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് ഈ ഫയലുകളിൽ 4500 തവണയെങ്കിലും പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇത് ചെറിയൊരു സംഖ്യയല്ല. FBI-ക്ക് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ ട്രംപിനെതിരെ ഗുരുതരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങളും ഉൾപ്പെടുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതെന്ന് പറഞ്ഞ് വൈറ്റ് ഹൌസ് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയായിരുന്നു. ഇത്രയധികം ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടും ഈ കേസിൽ ഇപ്പോഴും ഉത്തരം ലഭിക്കാത്ത നിരവധി ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഈ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണോ നമ്മളിതുവരെ കണ്ടത്? അതോ ഇതിലും വലുതെന്തെങ്കിലും മറിഞ്ഞിരിപ്പുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നീതിന്യായ വകുപ്പ് കണ്ടെത്തിയ രേഖകളിൽ ഏകദേശം 40% ഇപ്പോഴും പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചിരിക്കുകയാണ്. അതായത് പുറത്തു വന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നു.
ഇനിയും എത്ര വലിയ പേരുകൾ ആ ഫയലുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവാം? ലോകത്തെ ഏതൊക്കെ പ്രമുഖരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വിവരങ്ങൾ തടഞ്ഞുവെച്ചിരിക്കുന്നതെന്ന സംശയം സ്വാഭാവികമായും ഉയരുന്നു. ഈ കേസിലെ പ്രധാന കണ്ണികളുടെ ദുരൂഹമരണങ്ങൾ ഈ സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. എപ്സ്റ്റെയിൻ ജയിലിൽ ആത്മഹത്യ ചെയ്തുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. അയാളുടെ പ്രധാന സഹായികളിൽ ഒരാളായ ജീൻ ലൂക്ക് ബ്രൂണലും പാരീസിലെ ജയിലിൽ ആത്മഹത്യ ചെയ്തു. ഇതെല്ലാം യാദൃച്ഛികമാണോ, അതോ ശക്തരായ ആരെയോ സംരക്ഷിക്കാനുള്ള ഒരു വലിയ തിരക്കഥയുടെ ഭാഗമാണോ ഈ മരണങ്ങൾ? ജെഫ്രി എപ്സ്റ്റൈന്റെ കഥ ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല. അത് പണവും അധികാരവും ഉപയോഗിച്ച് നിയമത്തെയും നീതിയെയും എങ്ങനെ വളച്ചൊടിക്കാം എന്നതിൻ്റെ ഒരു ഭീകരമായ ഉദാഹരണമാണ്. എപ്സ്റ്റൈന്റെ മരണം ഈ കഥയുടെ അവസാനമായിരുന്നു, അതോ ആ ബ്ലാക്ക്മെയിൽ ശൃംഖലയിലെ പ്രസിഡന്റുമാരെയും രാജകുമാരന്മാരെയും ശതകോടീശ്വരന്മാരെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ഒത്തുതീർപ്പിന്റെ തുടക്കമായിരുന്നു അയാളുടെ മരണം? ഈ ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ അധികാരത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ അലയടിക്കുന്നു. അപ്പോൾ ഇതാണ് കാര്യം. അടുത്ത വീഡിയോയിൽ പുതിയ ഉള്ളടക്കവുമായി നമുക്ക് കാണാം. കണ്ടതിന് നന്ദി. തുടർന്നും കാണുക.